ആദിവാസികൾക്കായി കേരളത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് UDF മാത്രമാണെന്ന് പറഞ്ഞ് മുന്നണിയുടെ ഭാഗമായ CK ജാനുവിനെ ആ മുന്നണി അവഗണിക്കുകയാണോ? VD സതീശന്റെ വിസ്മയ നീക്കങ്ങളുമായി അതിന്റെ ഭാഗമായി 1.5 മാസം മുമ്പാണ് CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി UDFിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് CK ജാനു UDFിന് കൈകൊടുത്തത്. 2 സീറ്റ് പ്രതീക്ഷിച്ച JRPക്ക് മാനന്തവാടി സീറ്റ് പോലും നൽകാനാകില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ UDF. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ച് സീറ്റ് നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് CK ജാനു ഇപ്പോൾ. മറ്റൊരു അസോസിയേറ്റ് അംഗമായ അൻവറിന് സീറ്റ് നൽകി ജാനുവിനെ തഴഞ്ഞത് നീതികേടാണോ? ഗോത്ര വിഭാഗത്തെ UDF അവഗണിക്കുന്നു. ആദ്യം RD എക്സ്ട്രാ. 2 സീറ്റായിരുന്നു CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിച്ചിരുന്നത്. മാനന്തവാടിയും ബാലുശ്ശേരിയും. ബാലുശ്ശേരിയിലെങ്കിലും മാനന്തവാടി ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ മുന്നണിയിലെ അസോസിയേറ്റ് അംഗമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് നൽകില്ലെന്ന് UDF ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. സീറ്റിന് പകരം നല്ലൊരു സ്ഥാനം നൽകാമെന്ന വാഗ്ദാനമാണ് മുന്നണി മുന്നോട്ട് വെച്ചതെന്ന് ജാനു പറയുന്നു. ഇതോടെയാണ് നേരിട്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ബന്ധപ്പെടാനുള്ള തീരുമാനത്തിലേക്ക് CK ജാനു എത്തിയത്. മാനന്തവാടി സീറ്റ് ആവശ്യപ്പെട്ട് രാഹുലിനും പ്രിയങ്കയ്ക്കും CK ജാനു കത്ത് നൽകി. സീറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചതായി ജാനു കത്തിൽ പറയുന്നു. MP എന്ന നിലയിൽ ഇടപെടണമെന്ന ആവശ്യം പ്രിയങ്കയ്ക്ക് അയച്ച കത്തിൽ സൂചിപ്പിക്കുന്നു. മുന്നണിയിലെ അസോസിയേറ്റ് അംഗമാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് സ്വാഗതം ചെയ്തതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാനുവിന് സീറ്റുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ സജീവമായിരുന്നു. ഇതിനിടെ ജാനുവിനൊപ്പം അസോസിയേറ്റ് അംഗത്വം ലഭിച്ച PV അൻവറിന്റെ പാർട്ടിക്ക് സീറ്റ് നൽകുമെന്ന് UDF വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൂടി വിഷയം എത്തിക്കാനും സീറ്റ് നേടിയെടുക്കാനുമുള്ള ജാനുവിന്റെ ശ്രമങ്ങൾ. അഡിക്സ് റാപ്പ്, ന്യൂസ് മലയാളം. PV അൻവറിന് സീറ്റ് നൽകുകയും തന്നെ അവഗണിക്കുകയും ചെയ്തതിൽ നീതികേടുണ്ട് എന്നാണ് CK ജാനു പറഞ്ഞത്. JRPയും UDFിൽ അസോസിയേറ്റ് അംഗമാണ് എന്ന് ഓർമ്മിപ്പിച്ചു. PV അൻവറിന്റെ പാർട്ടിയേക്കാൾ അണികൾ JRPയിലുണ്ട് എന്നാണ് CK ജാനു പറഞ്ഞത്. JRPയെ പരിഗണിക്കാത്തത് ഗോത്ര ജനതയോടുള്ള അവഗണനയാണ് എന്നും CK ജാനു പറഞ്ഞു. ആദിവാസികൾക്കായി എന്തെങ്കിലും നല്ലത് ചെയ്തത് UDF മാത്രമാണെന്ന് മുന്നണി പ്രവേശന വേളയിൽ CK ജാനു പറഞ്ഞിരുന്നു. ജാനു മുത്തങ്ങ സമരചരിത്രം മറന്ന് അവസരവാദ നിലപാട് സ്വീകരിച്ചെന്നാണ് വിമർശനമുയർന്നത്. ഈ ഘട്ടത്തിൽ മുത്തങ്ങയിൽ നരനായാട്ട് നടത്തിയവർക്കൊപ്പം ജാനു ചേർന്നെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനമുണ്ടായി. മുത്തങ്ങയിലെ നരനായാട്ട് നടന്നത് 2003 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെയാണ് എന്ന സാഹചര്യമുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് CK ജാനു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. 2016 സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടു. ഇടത് വലത് മുന്നണികൾ ആദിവാസികളിലെ വോട്ട് ബാങ്കായി കണ്ടെന്നായിരുന്നു അന്നത്തെ നിലപാട്. NDA ആദിവാസികൾക്ക് കൂടുതൽ പരിഗണന നൽകുമെന്നും അന്ന് വാദിച്ചിരുന്നു. 2018 ഇടക്കാലത്ത് NDA വിട്ട് LDFുമായി സഹകരിക്കാൻ ശ്രമമുണ്ടായി. പക്ഷേ NDAയിലേക്ക് തന്നെ മടങ്ങി. 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി BJP നേതാക്കളിൽ നിന്നും വലിയ തുക ജാനു കൈപ്പറ്റിയെന്ന ആരോപണം വലിയ രാഷ്ട്രീയ വിവാദമായി. 2025 ഓഗസ്റ്റിൽ മുന്നണി മര്യാദകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി CK ജാനു NDA വിടുകയും ചെയ്തു. ഇതിനകത്ത് CK ജാനുവിനെ പോലെ ഒരാൾക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ അത് പൂർണ്ണമായും ഗോത്ര ജനതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയെ ഉൾക്കൊണ്ടപ്പോൾ നമ്മൾ അതൊരു വലിയ സന്ദേശമായി തന്നെയാണ് കോൺഗ്രസ് നൽകുന്ന, അല്ലെങ്കിൽ നേരിട്ട് VD സതീശൻ്റെ താല്പര്യങ്ങൾ പ്രവർത്തിച്ച ഒരു നീക്കം എന്ന നിലയ്ക്കൊക്കെയാണ് അതിനെ നമ്മളെല്ലാവരും കണ്ടത്. അതിനെ എല്ലാവരും ശ്ലാഘിക്കുകയായിരുന്നു. കാരണം ഒരു പല കാലത്തും പല രാഷ്ട്രീയ നിലപാടുകളും CK ജാനുവിനെ പോലെ ഒരു നേതാവിനെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു ഘട്ടത്തിൽ NDAയോട് സഹകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തുടക്കകാലം ഇടതു മുന്നണിക്കൊപ്പമായിരുന്നു. അങ്ങനെ അതിന് പല കാലത്ത് പല രീതിയിൽ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരുന്നത് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ്. ആത്യന്തികമായി ഗോത്ര ജനതയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാൾ തന്നെയാണ് CK ജാനു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ പരിഗണനയെ ആ മട്ടിൽ എണ്ണിയപ്പോൾ കോൺഗ്രസിന് പക്ഷേ ആ മട്ടിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും ഇപ്പം CK ജാനു പറയുന്നിടത്തോളവും ഈ കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു ധാരണയായിരുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പം തുടക്കത്തിൽ CK ജാനുവിന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് ഇപ്പോൾ NDA വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഒരു സീറ്റ് എന്ന കാര്യത്തിലേക്ക്, അതായത് മാനന്തവാടിയുടെ കാര്യത്തിൽ ഇവർ സംസാരിച്ചൊരു തീരുമാനമൊക്കെ ആയിരുന്നു എന്നാണ് CK ജാനുവിന്റെ വാക്കുകൾ അനുസരിച്ച് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇതിപ്പോൾ സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് പക്ഷേ പെട്ടെന്ന് പറഞ്ഞു പോവാം. 2 ദിവസം മുൻപ് CK ജാനു ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ CK ജാനു പറയുന്നുണ്ട് ഈ മുത്തങ്ങ സമരം അത് UDFന്റെ തെറ്റാണ്, ആ തെറ്റ് ഒരിക്കലും
മറച്ചു വെക്കുന്നില്ല. എങ്കിൽ പിന്നെ എന്തിനെ UDF-മായി സഹകരിക്കുന്നു? അതെന്റെ പ്രായോഗിക രാഷ്ട്രീയമാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ UDF-ആയിട്ട് സഹകരിക്കുന്നു. പക്ഷേ മുത്തങ്ങ ഇതിൽ ഞാൻ ഇപ്പോഴും പഴിക്കുന്നത് UDF-നെ തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണെന്ന് 2 ദിവസം മുൻപ് CK ജാനു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CK ജാനു തന്നെ പറയുകയുണ്ടായി. ഇപ്പൊ ഇതിൽ ഈ ബാലുശ്ശേരി മാനന്തവാടിയുള്ള ചോദിക്കുന്നത്, ഇപ്പം CK ജാനുവിന്റെ പ്രധാനപ്പെട്ട പരാതിയായിട്ട് എനിക്ക് തോന്നുന്നു അൻവറിന് കൊടുത്ത പരിഗണന, അൻവറിന്റെ പാർട്ടി കൊടുത്ത പരിഗണന എന്തുകൊണ്ട് എന്റെ പാർട്ടിക്ക് കിട്ടുന്നില്ല? നമുക്കറിയുന്ന പോലെ മാനന്തവാടി ഒരു സംവരണ മണ്ഡലമാണത്, ST സംവരണ മണ്ഡലമാണത്. അപ്പോൾ ഒരുപാട് ഗോത്രവർഗ്ഗക്കാരുള്ള ഒരു മണ്ഡലമാണ്. അവിടെ മത്സരിക്കുക, അവിടെ അവരുടെ ക്ഷേമം ഉറപ്പാക്കുക CK ജാനുവിന്റെ ആവശ്യമാണ്. ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ കഴിയുന്ന ഒരു കാര്യം അനുസരിച്ച് മുൻ മന്ത്രി PK ജയലക്ഷ്മി അടക്കം പരിഗണിക്കുന്ന ഒരു PK ജയലക്ഷ്മി അടക്കം 5ഓളം പേരുകൾ ഈ മാനന്തവാടിയിൽ നിലവിൽ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. ബാലുശ്ശേരിയിലേക്ക് പോവുകയാണെങ്കിൽ ബാലുശ്ശേരിയിൽ നിലവിൽ KPCC അധ്യക്ഷന്റെ മുൻപാകെ DCC പ്രസിഡന്റ് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ കൈമാറിയിട്ടുണ്ട്. അതിൽ രമ്യ ഹരിദാസിനാണ് മുൻതൂക്കമുള്ളതും ബാലുശ്ശേരിയുടെ കാര്യത്തിൽ. മാത്രമല്ല ബാലുശ്ശേരിയും ഈ ലീഗിനെ ബാലുശ്ശേരിയും ഈ കോൺഗ്രസും ഈ സീറ്റ് വച്ചുമാറുന്ന ചർച്ചകളടക്കം നടക്കുന്നുമുണ്ട്. ഈ ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പം CK ജാനുവിന് ഇനി ഇപ്പോൾ CK ജാനു ഇന്നിപ്പോൾ നമ്മുടെ രതീഷ് വാസുദേവനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ CK ജാനുവിന് ഈ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച പോലെയാണ് സംസാരിക്കുന്നത്. ഇപ്പം അവര് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെയും പരാതികൾ വെവ്വേറെ നൽകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി MP എന്ന നിലയിൽ പരാതി നൽകിയിട്ടുണ്ട്. 2 പേർക്കും ചേർന്നും പരാതി നൽകിയിട്ടുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞതുപോലെ CK ജാനു ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വന്നതാണ്. ഗോത്ര വിഭാഗക്കാർക്കും പ്രതീക്ഷകൾ ഒരുപാടായിരിക്കും. അപ്പം അവരെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നൊരു പ്രശ്നം അവർക്കുണ്ടെങ്കിൽ അത് ആ ജനതയുടെ ആകെ ഒരു സങ്കടമായിരിക്കും. അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഈ ഒരു മുന്നണിക്കൊപ്പം ചേർന്നതും. ഇനി ഇതിൽ ഈ മാനന്തവാടിയുടെ കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒപ്പം ബാലുശ്ശേരിയിൽ നിശ്ചയമായി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മറ്റേതെങ്കിലും സീറ്റ് CK ജാനുവിന് നൽകുമോ എന്ന കാര്യവും ഇനി കാത്തിരി തന്നെ അറിയണം. 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് മധുസൂദൻ മിശ്രയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷം നേതാക്കളുടെ ഒരു പ്രതികരണം. തീർച്ചയായും ഈ മണ്ഡലം മാനന്തവാടി ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഈ ആ നിലയ്ക്കുള്ള ഒരു പ്രാതിനിധ്യമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ VD സതീശൻ ആഗ്രഹിച്ചത് എന്നൊക്കെ നമ്മൾ വിലയിരുത്തണമെങ്കിൽ നമുക്ക് അതിനകത്തൊരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ST മണ്ഡലമാണ് യഥാർത്ഥത്തിൽ മാനന്തവാടി. അവിടെ PK ജയലക്ഷ്മിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നിരുന്നത്. PK ജയലക്ഷ്മി അവിടെ വിജയിച്ച് മന്ത്രിയായ ആളുമാണ്, സംസ്ഥാനത്തിൻ്റെ ഏക വനിതാ മന്ത്രിയായി ആ ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുമാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിന് അവിടെ ആളുണ്ട്, കോൺഗ്രസിന് വിജയിച്ചു വരാവുന്ന മണ്ഡലമാണ്. അവിടെ ലക്ഷ്യമിട്ട് ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് തന്നെയുള്ള നേതാക്കന്മാർ അവിടെയുണ്ട്. അപ്പോൾ അവിടെ CK ജാനുവിനെ പ്രത്യേകം അവതരിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും പ്രാദേശികമായും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ അവിടെ മന്ത്രി OR കേളുവിൻ്റെ മണ്ഡലമാണ്, ഇപ്പോൾ അത് CPM ആണ് വിജയിച്ചു വരുന്നത്. വേണമെങ്കിൽ കോൺഗ്രസിന് മത്സരം കാഴ്ചവെക്കാവുന്ന മണ്ഡലം എന്ന പ്രത്യേകതയാണ് ആ മണ്ഡലത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ മണ്ഡലമാണോ പരിഗണിക്കേണ്ടിയിരുന്നത് CK ജാനുവിനെ അവതരിപ്പിക്കാൻ എന്നുള്ള ഒരു സംശയം ആ സമയത്തും എനിക്കുണ്ട്. ഇപ്പുറത്ത് സണ്ണി M കവിക്കാടിൻ്റെയും സ്ഥാനാർത്ഥിത്വം ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കണ്ടത്. സണ്ണി M കവിക്കാടിനെ വൈക്കത്ത് മത്സരിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ സണ്ണി M കവിക്കാട് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാളായി തന്നെ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. മാത്രമല്ല അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ വൈക്കത്ത്, ഒരു സംവരണ മണ്ഡലം ആയ വൈക്കത്ത്, അവിടെ സംവരണ വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെ, SC വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചു വരുന്ന ഒരു സ്ഥലത്താണോ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 നീക്കവും കേവലം ഒരു ഗിമ്മിക്കാണ് എന്ന് വിലയിരുത്തപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ CK ജാനുവിന് സീറ്റ് നിഷേധിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഈ നീക്കവും ഈ ചർച്ചയും ഒക്കെ തന്നെ ആകെപ്പാടെ ഒരു ഗിമ്മിക്കായിരുന്നോ എന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ പോകും. കാരണം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിതാ വളരെ ഇൻക്ലൂസീവായി ഇവരെ എല്ലാവരെയും, ഞങ്ങളെ വിമർശിച്ചവരെയും ഞങ്ങളെ എതിർത്തവരെയും ആശയപരമായി ഞങ്ങളോട് വിയോജിപ്പുള്ളവരെയും ഒക്കെ ഞങ്ങൾ ചേർത്ത് നിർത്തി വിശാലമായി എല്ലാ ഉള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നൊക്കെയുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ അവർ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം ഇപ്പോൾ സണ്ണി M കവിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വമല്ല എന്നുള്ളതുകൊണ്ട് എനിക്കൊരു ചെറിയ ആശങ്ക ഇപ്പോൾ ഉണ്ട്. ഈ CK ജാനുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നിസ്സാരമായി കൈകഴുകുന്ന ഒരു സമീപനം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമീപനം. കാരണം ഇപ്പോൾ PK ജയലക്ഷ്മി കാര്യം ഗോത്ര വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള നേതാവാണ്. പക്ഷേ CK ജാനു അവിടെ മത്സരിക്കാൻ, CK ജാനുവിനെ അവിടെ നിർത്താൻ തീരുമാനിച്ചാൽ അത് എന്നേക്കുമായി 2003 അന്നത്തെ ആ നരവേട്ടയുടെ പാപക്കറ കഴുകിക്കളയുന്ന തരത്തിലുള്ള ഒരു നിലപാടായി മാറിയേനെ.
പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എനിക്ക് ഞാൻ ആ കാലത്ത് അത് ഇങ്ങനെ തൊട്ടടുത്തത് കാണുമ്പോൾ ഉള്ള ഒരവസ്ഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സി കെ ജാനുവിനെ മർദ്ദിച്ച് അവശയാക്കിയിട്ട് ഇങ്ങനെ വാഹനത്തിൽ കൊണ്ടുവന്ന് കയറ്റുമ്പോൾ ഉള്ള ആ രൂപവും മുഖവും അത് ആ ഷോട്ട് അങ്ങനെ തന്നെ എൻ്റെ തലയിലൊക്കെ ഇനി ഏത് മരണം വരെ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷ്വൽസാണ് അതൊക്കെ. എത്ര ഭീകരമായിരുന്നു അത് എന്നുള്ളത്. ആ ഓരോ മർദ്ദന രംഗങ്ങളും അതൊക്കെ ഷാജി പട്ടണം ഉണ്ടായിരുന്നതുകൊണ്ട് മരത്തിന് മുകളിൽ കയറിയിരുന്നത് പകർത്തിയത് കൊണ്ടുമൊക്കെ അത് നമുക്ക് മുന്നിൽ വന്നതാണ്. അതിനേക്കാൾ ക്രൂരവും ഭീകരമായിരുന്നു അവിടുത്തെ ആക്രമണം എന്നുള്ളത്, നരനായിട്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അത്രയും വലിയൊരു പാപക്കറ അത് എ കെ ആൻ്റണി എന്ന മുഖ്യമന്ത്രിയുടെ അദ്ദേഹം നേതൃത്വം കൊടുത്ത സർക്കാരിൻ്റെ എല്ലാം എന്താണ് ശരീരത്തിലുള്ളതാണ്. അത് കഴുകിക്കളയാൻ കിട്ടുന്ന ഒരു അവസരമായിരുന്നു ഇത്. അത് ആ മട്ടിൽ അവർ കണക്കാക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അതിനപ്പുറത്ത് ഇപ്പോൾ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിലേക്ക്, പ്രാദേശിക നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. സി കെ ജാനുവിനെയും സണ്ണിയം കവിക്കാടിനെയും പോലുള്ളവരെ UDF പാളയത്തിൽ എത്തിക്കാനായത് വലിയ നേട്ടമായതാണ് മുന്നണി ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത്. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ഈ സഹകരണം കാരണമാകും എന്നൊക്കെയായിരുന്നു വിലയിരുത്തൽ. ആ നിലപാടിൽ നിന്ന് മുന്നണി പിന്നോട്ടടിക്കുന്നതിന്റെ സൂചനയാണ് ഈ സീറ്റ് നിഷേധമെന്നാണ് സി കെ ജാനുവും JRPയും കണക്കാക്കുന്നത്. ഭാരത് ജോഡോ യാത്രയിലടക്കം രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന നിലപാടാണ്. അതിന് വിഭിന്നമായ നിലപാടാണ് ഇപ്പോൾ UDF നേതൃത്വം സ്വീകരിക്കുന്നതെന്നാണ് സി കെ ജാനുവും പാർട്ടിയും പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയ ആശങ്ക. ഇക്കാര്യം രാഹുലിനെയും പ്രിയങ്കയെയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തി സീറ്റ് നേടിയെടുക്കാനുള്ള ശ്രമമാകും സി കെ ജാനു നടത്തുക. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ പ്രതിനിധിയായി അവരിൽ ഒരാൾ തന്നെ നിയമസഭയിൽ ഉണ്ടാവുക എന്നത് അനിവാര്യതയാണ് എന്നുള്ള കാര്യത്തിൽ RDXന് തർക്കമൊന്നുമില്ല. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രാതിനിധ്യവും. ഇപ്പോൾ ആർ കേളുവാണ് അവിടെ നിന്നൊരു പ്രതിനിധിയായി വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ പ്രാതിനിധ്യം അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ സി കെ ജാനുവിൻ്റെ പങ്കാളിത്തവും സി കെ ജാനുവിൻ്റെ പ്രാതിനിധ്യവും വ്യത്യസ്തമായ മറ്റൊരു സന്ദേശം നൽകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ മാറ്റി നിർത്തൽ ആ നിലയ്ക്കൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതുമുണ്ട്. RDX ഇവിടെ പൂർത്തിയാകുകയാണ്. ഗുഡ് നൈറ്റ്.